ഇനി നടക്കാൻ വേണ്ടി പോകുന്നത് സർവൈവർ സീരീസ് ആണല്ലേ. 2024 സർവൈവർ സീരീസിന് മുൻപേ 2023 നടന്ന കിഡിലൻ സർവൈവർ സീരീസിന്റെ മെയിൻ ഇവന്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 2023 നടന്ന സർവൈവർ സീരീസ് മെയിൻ ഇവന്റ് വാർ ഗെയിംസ് മാച്ചിനെ കുറിച്ച്? ആ ഒരു മാച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് വർഷങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും മികച്ച സർവൈവർ സീരീസ് തന്നെയായിരുന്നു 2023 ഒരുപാട് സർപ്രൈസ് എലമെന്റുകളും ഒരു കിഡിലൻ മാച്ചുമായിരുന്നു നമുക്കതിന്റെ മെയിൻ ഇവന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽ. കഴിഞ്ഞ വർഷത്തെ സർവൈവർ സീരീസിന്റെ മെയിൻ ഇവന്റ് ആയിട്ടുണ്ടായിരുന്നത് വാർ ഗെയിംസ് മാച്ച് തന്നെയായിരുന്നു. ജഡ്ജ്മെന്റ് ഡേ ടീമായിരുന്നു ഒരു ടീമായിട്ട് അതിൽ നിന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊരു ടീമിൽ കോഡി റോഡ്സ്, സെത്ത് റോളിൻസ്, സാമി സെയിൻ, ജേ ഉസോ എന്നീ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ അഞ്ചാമൻ ആരായിരിക്കും എന്നുള്ള കൺഫ്യൂഷനിൽ എല്ലാവരും നിന്നപ്പോൾ സർവൈവർ സീരീസിന് തൊട്ടു മുൻപേ നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ കോഡി റോഡ്സ് തന്നെ അത് വെളിപ്പെടുത്തുകയുണ്ടായി. റാൻഡി ഓർട്ടൺ ആയിരിക്കും ആ ഒരു അഞ്ചാമനായിട്ട് വരിക എന്നുള്ളത്. 1.5 വർഷത്തിന് ശേഷം റാൻഡി ഓർട്ടൺ തിരിച്ചു വരുമെന്നെല്ലാം തന്നെ പറഞ്ഞ് കാണികൾ എല്ലാവരും തന്നെ വളരെ ആവേശത്തിലായിരുന്നു. പക്ഷേ ഈ ഒരു സർവൈവർ സീരീസ് നടക്കുന്നത് ഷിക്കാഗോയിൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആഗ്രഹം CM പങ്കിന്റെ തിരിച്ചുവരവ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഏകദേശം 10 വർഷത്തോളമായി WWE നിന്നും പോയിട്ടുണ്ടായിരുന്ന CM പങ്ക് ഈ ഒരു മാച്ചിൽ തിരിച്ചു വരില്ല എന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജഡ്ജ്മെന്റ് ഡേയിലെ 5 പേര് വന്നു, കോഡി റോഡ്സിന്റെ ടീമിലെ 4 പേരും വന്നു. അങ്ങനെ മാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. സെത്ത് റോളിൻസും ഫിൻ ബാലറും കൂടിയായിരുന്നു ആ ഒരു മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 റിങ്ങിന്റെ ഇടയിലുള്ള ആ ഒരു സ്റ്റീലിന്റെ മുകളിലേക്ക് ഫിൻ ബാലറിനെ പെഡിഗ്രി ചെയ്യാൻ വേണ്ടി നോക്കുന്ന സെത്ത് റോളിൻസിനെയും ഫിൻ ബാലർ അതുപോലെ തന്നെ സെത്ത് റോളിൻസിനെ അവിടെ നിന്നും മറിച്ചിടുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ അടുത്ത വ്യക്തി വരാനുള്ള സമയമായി. ആദ്യമായിട്ട് മറ്റൊരു ടീമിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത് ജഡ്ജ്മെന്റ് ഡേ ടീമിൽ നിന്നായിരുന്നു. JD മക്ഡോണയായിരുന്നു ആ ഒരു ടീമിൽ നിന്നും വന്നത്. JD വന്നത് വെറുതെ ആയിരുന്നില്ല, 2 കെൻഡോ സ്റ്റിക്കുകളുമായിട്ടായിരുന്നു. ഒരു കെൻഡോ സ്റ്റിക്ക് ഫിൻ ബാലറിന് കൊടുത്ത് 2 പേരും കൂടി ഒരുമിച്ച് സെത്ത് റോളിൻസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാനുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ സെത്ത് റോളിൻസ് അതിൽ നിന്നും അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതും എന്നാലും JDയും ഫിന്നും കൂടി റോളിൻസിനെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നതും നമ്മൾ കണ്ടു. റോളിൻസിനെ റിങ്ങിന്റെ മുകളിൽ കിടത്തിയിട്ട് ഫിൻ ബാലർ റോപ്പിന്റെ മുകളിൽ നിന്നും റോളിൻസിന്റെ മേലേക്ക് കെൻഡോ സ്റ്റിക്കുമായിട്ട് ചാടുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുത്ത വ്യക്തി വരുന്ന സമയമായി കോഡി റോഡ്സിന്റെ ടീമിൽ നിന്നായിരുന്നു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നത്. ജേ ഉസോ ആയിരുന്നു അത്. ജേ ഉസോ കയറിയിട്ടുണ്ടായിരുന്നത് ഒരു ചെയറും എടുത്തിട്ടായിരുന്നു. എന്നിട്ട് JDയെയും ഫിൻ ബാലറിനെയും നന്നായി ജേ ഉസോ അറ്റാക്ക് ചെയ്തു. ജേ ഉസോയുടെയും റോളിൻസിന്റെയും കയ്യിൽ നിന്ന് ഒരു ഡബിൾ സൂപ്പർ കിക്കും അവിടെ കൊടുക്കുകയുണ്ടായി. പിന്നീട് ജഡ്ജ്മെന്റ് ഡേയിലെ അടുത്ത വ്യക്തി വരാനുള്ള സമയമായി. വന്നിട്ടുണ്ടായിരുന്നത് ഡാമിയൻ പ്രീസ്റ്റ് ആയിരുന്നു. പക്ഷേ അകത്ത് ജേ ഉസോയും സെത്ത് റോളിൻസും ഡാമിയൻ പ്രീസ്റ്റിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജഡ്ജ്മെന്റ് ഡേയിൽ 3 പേരായതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റ് ഡേ തന്നെയായിരുന്നു റോളിൻസിനെയും ജേ ഉസോയെയും അറ്റാക്ക് ചെയ്തത്. പക്ഷേ ഡാമിയൻ പ്രീസ്റ്റിന്റെ കയ്യിൽ അകത്തേക്ക് കയറിയപ്പോൾ ഒരു ടൂൾ കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ടൂൾ വെച്ചിട്ടായിരുന്നു എല്ലാവരെയും അറ്റാക്ക് ചെയ്തത്. അങ്ങനെ കോഡിയുടെ ടീമിലെ അടുത്ത വ്യക്തി വരേണ്ട സമയമായി. വന്നിട്ടുണ്ടായിരുന്നത് സാമി സെയിൻ ആയിരുന്നു. സാമി കയറാൻ നിൽക്കുമ്പോൾ തന്നെ JD മക്ഡോണ ഒരു കെൻഡോസ്റ്റിക്കുമായിട്ട് സാമി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതും സാമി ആ കെൻഡോസ്റ്റിക്ക് തന്നെ ഉപയോഗിച്ച് JDയെ അങ്ങോട്ട് തിരിച്ചടിക്കുന്നതും ഫിൻ ബാലറിന്റെ തലയിലേക്ക് ആ ഒരു കേജ് ഉപയോഗിച്ച് അടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടു. പക്ഷെ സാമി അകത്തേക്ക് കയറിയത് വെറും കൈയോടെ ആയിരുന്നില്ല. 2 ടേബിളുകളും പൊക്കി പിടിച്ചുകൊണ്ടായിരുന്നു സാമി അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ആ ഒരു കേജിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റീൽ റോഡ് എടുത്തുകൊണ്ട് ജഡ്ജ്മെന്റ് ഡേയെ മുഴുവൻ അറ്റാക്ക് ചെയ്യുന്ന സാമി സെയിനെ നമ്മൾ കണ്ടു. അടുത്തത് ജഡ്ജ്മെന്റ് ഡേയിലെ അടുത്ത വ്യക്തിക്ക് വരാനുള്ള സമയമായി. പക്ഷെ ജഡ്ജ്മെന്റ് ഡേയിലുള്ള മെമ്പർ ആയിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നത്, ഡ്രൂ മെക്കിൻറ്റയർ ആയിരുന്നു. മെക്കിൻറ്റയറിന് ജേ ഉസോയുമായിട്ട് ഫ്യൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയമായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജേ ഉസോയെ അറ്റാക്ക് ചെയ്യാൻ ഒരു അവസരത്തിനായിരുന്നു അദ്ദേഹം നോക്കി നിന്നത്. അങ്ങനെ കറക്റ്റ് അവസരം വാർ ഗെയിംസിൽ കിട്ടിയപ്പോൾ ഡ്രൂ മെക്കിൻറ്റയർ ഇവിടേക്ക് കയറിയതായിരുന്നു. അങ്ങനെ മെക്കിൻറ്റയർ വന്ന് എല്ലാത്തിനെയും പഞ്ഞിക്കിട്ടു. അങ്ങനെ കോഡിയുടെ ടീമിലെ അടുത്ത വ്യക്തി വരികയുണ്ടായി. മറ്റാരുമായിരുന്നില്ല, കോഡി തന്നെയായിരുന്നു. കോഡി വന്ന് ഒരു റോപ്പ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ സെത്ത് റോളിൻസ് റോപ്പിന്റെ അപ്പുറം പിടിച്ചു. നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആ റോപ്പ് ഉപയോഗിച്ച് എല്ലാവരെയും തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു. ഫിൻ ബാലറിന്റെ നടയിൽ വെച്ച് പൊക്കുന്നുണ്ടായിരുന്നു. അതുവരെ ശത്രുക്കളായി നിന്നിട്ടുണ്ടായിരുന്ന കോഡിയും സെത്തും കൂടി ടീമായപ്പോൾ നമുക്ക് കിട്ടിയത് നല്ല മൊമെന്റ്സിൽ ഒന്ന് തന്നെയായിരുന്നു. പിന്നീട് ജഡ്ജ്മെന്റ് ഡേയിലെ അവസാന വ്യക്തി വരികയുണ്ടായി, ഡർട്ടി ഡോം. എഡ്ഡി ഗെറേറോയുടെ ആ ഒരു മൂവ് കോഡിയുടെ മേൽ ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ഡൊമിനിക് മിസ്റ്റീരിയോയെ വളഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് ഡൊമിനിക് മിസ്റ്റീരിയോയെ അവിടെ നിന്നും അറ്റാക്ക് കൂടി ചെയ്യുകയുണ്ടായി. എന്നിട്ടൊരു ടേബിൾ സെറ്റാക്കി വെച്ച് ഡോമിനെ ടേബിളിന്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു സെത്ത് റോളിൻസ്. പക്ഷേ ആരും സമ്മതിച്ചു.
സമ്മതിച്ചില്ല. ജഡ്ജ്മെന്റ് ഡേ മുഴുവൻ വന്നുകൊണ്ട് എല്ലാവരെയും അടിച്ച് ചപ്പാത്തി പരിവമാക്കി. എന്നിട്ട് പ്രീസ്റ്റും മെക്കിൻഡയറും ഒരുമിച്ച് കോഡി, സെത്ത് റോളിൻസ്, സാമി സെയിൻ എന്നീ 3 പേരെ ചോക്ക് സ്ലാം ചെയ്യുകയുണ്ടായി. ജെഡിയോടും ഡോമിനോടും ബാലറിനോടും ഒരുമിച്ച് റിംഗ് റോപ്പിന്റെ മുകളിൽ ടേൺ ബക്കിളിന്റെ മുകളിൽ കയറിക്കൊണ്ട് അവരുടെ മൂവുകൾ ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി. 3 പേരും അവരവരുടെ മൂവുകൾ അവിടെ ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇവരെല്ലാം ജഡ്ജ്മെന്റ് ഡേയിലെ മെമ്പേഴ്സ് എല്ലാവരും സന്തോഷത്തോടെ ആടിത്തിമിർത്ത് റിംഗിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കോഡിയുടെ ടീമിലെ അവസാനത്തെ വ്യക്തി വരാനുള്ള സമയമായത്. റാൻഡി ആയിരിക്കും വരിക എന്നുള്ളത് ഓൾറെഡി കോഡി പറഞ്ഞതാണ്. പക്ഷെ റാൻഡി ഇതുവരെ ആ അറേനയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റാൻഡി വരില്ല എന്നുള്ള ഉറപ്പിൽ തന്നെയായിരുന്നു എല്ലാവരും നിന്നത്. സമയമായി, പക്ഷെ റാൻഡി വന്നില്ല. അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് റിയ റിപ്ലൈ ആയിരുന്നു. റിയ വന്നതോ ഡാമിയൻ പ്രീസ്റ്റിന്റെ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസുമായിട്ട്. നേരത്തെ ഇവരെല്ലാവരും കൂടി തള്ളിയിട്ടിട്ടുണ്ടായിരുന്ന സെത്ത് റോളിൻസിനെ പിൻ ചെയ്ത് അപ്പോൾ തന്നെ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് റിയ റിപ്ലൈയുടെ കുതന്ത്രമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്രീസ്റ്റ് ക്യാഷ് ചെയ്യുന്നതിന് തൊട്ടു മുൻപേ തന്നെ അതാ വരുന്നു റാൻഡിയുടെ മ്യൂസിക്. റാൻഡി അതാ നടന്നു വരുന്നു. 1.5 വർഷത്തിന് ശേഷം റാൻഡി ഓർട്ടൺ ഈസ് ബാക്ക് ടു WWE. അങ്ങനെ റാൻഡി കയറി വന്ന് ഓരോരുത്തരെയായി അറ്റാക്ക് ചെയ്യുകയുണ്ടായി. എന്നിട്ട് 2 റിങ്ങിന്റെ ഇടയിൽ ഒരുമിച്ച് എല്ലാവരെയും നിർത്തിക്കൊണ്ട് റാൻഡിയുടെ ആ മാസ്മരിക മൂവ് ഒരുമിച്ച് 5 പേരും കൂടി ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നീട് റാൻഡി നോക്കിയിട്ടുണ്ടായിരുന്നത് ജേ ഉസോയായിരുന്നു. കാരണം റാൻഡി 1.5 വർഷം WWE-യിൽ നിന്നും ലീവ് എടുത്ത് പോകാൻ, അല്ലെങ്കിൽ ഇഞ്ചുറി കാരണം പോകാൻ ഏറ്റവും പ്രധാന കാരണം ബ്ലഡ് ലൈൻ ഉണ്ടാക്കിയ ഇഞ്ചുറി തന്നെയായിരുന്നു. അന്ന് ബ്ലഡ് ലൈൻ ടീമിൽ ജേ ഉസോയും ഉണ്ടായിരുന്നു. എന്നാൽ റാൻഡി ഇപ്പോൾ വന്ന ഈ ഒരു സമയത്ത് ബ്ലഡ് ലൈൻ ടീമുമായിട്ട് ജേ ഉസോ എല്ലാം തന്നെ പിരിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് റാൻഡി ജേ ഉസോയെ അറ്റാക്ക് ചെയ്തില്ല. റാൻഡിയുടെ വക ഒരു RKO ചെയ്തുകൊണ്ട്, ഡൊമിനിക് മിസ്റ്റീരിയോ RKO ചെയ്തുകൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. പിന്നീട് ഓരോരുത്തരും അവരവരുടെ ഫിനിഷിംഗ് മൂവുകൾ ഓരോ എതിരാളിയുടെ മേൽ ചെയ്യുകയുണ്ടായി. ഇനി ബാക്കിയുള്ളത് JD മക്ഡോണയായിരുന്നു. ഇവരെല്ലാവരും ഒരുമിച്ച് JDയെ അറ്റാക്ക് ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ JD കേജിന്റെ മുകളിലേക്ക് ഓടിക്കയറി. സാമി സെയിനും സെത്ത് റോളിൻസും ഒരുമിച്ച് JDയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കേജിന്റെ മുകളിൽ എത്തുകയുണ്ടായി. അങ്ങനെ 2 പേരും ഒരുമിച്ച് മുകളിൽ നിന്നും JDയെ അറ്റാക്ക് ചെയ്തു. താഴെ യഥാ പാമ്പ് നിൽക്കുന്നുണ്ട്. യെസ്, വൈപ്പർ ഈസ് വെയിറ്റിംഗ്. റാൻഡി RKO ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 1.5 വർഷത്തിന് ശേഷം തന്റെ മാസ്മരിക RKO റാൻഡി അവിടെ JDയെ ചെയ്തു. എന്നിട്ട് കോഡിക്കായി ഡാമിയൻ പ്രീസ്റ്റിനെ ഇട്ടുകൊടുത്ത് തോൽപ്പിക്കടാ മുത്തേ എന്ന് പറഞ്ഞ് അങ്ങനെ കോഡി റോഡ്സ് ക്രോസ് റോഡ്സ് ചെയ്തുകൊണ്ട് ഡാമിയൻ പ്രീസ്റ്റിനെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു മാച്ചിൽ കോഡിയുടെ ടീം തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. കോഡി റോഡ്സ്, ജേ ഉസോ, സാമി സെയിൻ, സെത്ത് റോളിൻസ് ആൻഡ് റാൻഡി ഓർട്ടൺ. അങ്ങനെ മാച്ച് കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തിൽ ആടിത്തിമിർത്ത് നിൽക്കുന്ന ആ ഒരു സമയം ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം കൂടി അവിടെ നടക്കുകയുണ്ടായി. യെസ്, ഹി ഈസ് ബാക്ക് ആഫ്റ്റർ 10 long years. CM Punk ഏകദേശം 10 വർഷത്തിന് ശേഷം WWE-യിലേക്ക് തിരിച്ചു വരികയുണ്ടായി. WWE കുറിച്ച് കുറ്റം പറഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്ന, WWE-യിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു CM Punk തന്നെ വീണ്ടും WWE-യിലേക്ക് തിരിച്ചു വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള ഷിക്കാഗോയിൽ വെച്ച് നടന്ന സർവൈവർ സീരീസ് 2023 വന്ന് കാണികളെല്ലാവരെയും തന്നെ കണ്ട് കാണികൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അതൊരു 1.5 എൻഡിങ് തന്നെയായിരുന്നു സർവൈവർ സീരീസിന്റെ. റാൻഡി ഓർട്ടൺ വന്നപ്പോൾ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി CM Punk എന്തായാലും വരാൻ വേണ്ടി പോകുന്നില്ല എന്ന്. പക്ഷേ ഒരേ ദിവസം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ 2 കിഡ്ലൻ താരങ്ങളുടെ തിരിച്ചുവരവ് തന്നെയായിരുന്നു നമുക്ക് സർവൈവർ സീരീസ് 2023 കാണാൻ സാധിച്ചത്. 2024 നടക്കാൻ വേണ്ടി പോകുന്ന സർവൈവർ സീരീസ് ഇതിനേക്കാൾ അടിപൊളിയായിരിക്കുമോ എന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ ഫേവറേറ്റ് സർവൈവർ സീരീസ് ഏത് വർഷത്തേതാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.